സംസ്ഥാനത്ത് ഇന്ന് ബലിപെരുന്നാളാണ്. നമുക്കറിയാം ഈ ഒരു പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട നിസ്കാരത്തിനായിട്ട് പള്ളികളും ഈദ്ഗാഹുകളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ഇബ്രാഹിമിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഹജ്ജ് തീർത്ഥാടനത്തിന് പരിസമാപ്തിയായിട്ടാണ് വിശ്വാസികൾ ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് കോഴിക്കോട് നിന്ന് രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുലിലേക്ക് പോകാം. രാഹുൽ, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ സന്ദേശം പടർത്തിയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. കോഴിക്കോട്ടെ പെരുന്നാൾ ആഘോഷമൊക്കെ എങ്ങനെയാണ്? ജയലക്ഷ്മി, ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രാർത്ഥനകളിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ കടക്കുകയാണ്. ദൃശ്യങ്ങളിൽ പന്ന്യങ്കരയിലാണ്. പന്ന്യങ്കരയിൽ ഈദ്ഗാഹ് നമസ്കാരത്തിന് വേണ്ടി ആളുകളുടെ വലിയ തിരക്ക് തന്നെയാണ്. ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമായാണ് ഈ പ്രാർത്ഥനകളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് ഈ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ്. ഈ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ആഘോഷങ്ങളിലേക്ക് അവർ കടക്കുക. ഭക്ഷണം കഴിക്കൽ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ബന്ധുവീടുകളിലേക്കടക്കം പോവുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോവുക. ഇതുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വിശ്വാസികളെ സംബന്ധിച്ച് എന്നൊക്കെയാണ്. നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ, പ്രാർത്ഥനകളൊക്കെ എത്രത്തോളമായി, എങ്ങനെയായി? നമ്മൾ ഇത്തവണ മഴ ആയതുകൊണ്ട് പൊതുവെ ഈദ്ഗാഹുകളില്ല. നമുക്കൊരു അനുകൂല സാഹചര്യം ഇവിടെ ഓഡിറ്റോറിയം ആയതുകൊണ്ട് ആ നിലക്ക് ബുദ്ധിമുട്ടുകളില്ല. നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് കൂടെ നമ്മൾ നിസ്കാരം ആരംഭിക്കും. കാലാവസ്ഥ വളരെ അനുകൂലം അല്ലേ? കാലാവസ്ഥ നമ്മൾ പ്രതീക്ഷിച്ച പോലെ മഴ കാര്യങ്ങളില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ആളുകൾ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബീച്ചിൽ അങ്ങനെ ഈദ്ഗാഹുകളൊന്നും ഇല്ല. സാധാരണ കോഴിക്കോട് ഉണ്ടാവണം, മറ്റ് ഈദ്ഗാഹുകൾ ഇല്ലാത്തതുകൊണ്ട് പൊതുവെ മഴക്കാലത്തെ ഈദ്ഗാഹുകൾക്ക് ഇവിടെ ആളുകൾ അധികം ഉണ്ടാവലുണ്ട്. ഇത്തവണ പൊതുവെ മഴ വിട്ടുന്നതുകൊണ്ട് കൂടെ കുറച്ചുകൂടെ അധികം ആളുകൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശംസകൾ. അപ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടികളൊക്കെ എന്താ? തീർച്ചയായും നമസ്കാരത്തിന് ശേഷം ഉളുവത്തിലേക്കാണ് പോയി. ഉളുവിനെ അറക്കുന്ന പ്രക്രിയയാണ് ആദ്യം ആരംഭിക്കേണ്ടത്. അതാണ് അതിൻ്റെ ഇസ്ലാമിൻ്റെ രീതി. പിന്നീട് അതിൽ നിന്ന് ഭക്ഷിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. ഓക്കെ, താങ്ക് യു. പെരുന്നാളാശംസകൾ. എന്തായി കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ്? ഇവിടെ എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിരിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെ തന്നെ ഒരുക്കങ്ങളെന്ന് എല്ലാ വർഷവും നടത്തുന്നതാണ്. വിസ്ഡമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഈദ്ഗാഹാണിത്. കോഴിക്കോട് സിറ്റിയിലുള്ള ആകെ ഒരു ഈദ്ഗാഹാണ് ഇപ്പോൾ നടക്കുന്നത്. വീടുകളിലേക്കൊക്കെ യാത്രയുണ്ടോ? ഈ പെരുന്നാൾ ഇതിൻ്റെ ശേഷം ആളുകൾ കുടുംബങ്ങളിലേക്കൊക്കെ ഉള്ള ബന്ധു സന്ദർശനങ്ങൾ, അതേപോലെ ബലിയറക്കലുള്ള റസൂലിൻ്റെ പുണ്യങ്ങളുള്ള സുന്നത്തുകൾ നേടിയെടുക്കാനുള്ള പരിപാടികളാണ് ഉണ്ടാവുക പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. സമൂഹത്തിൽ വലിയ വെല്ലുവിളിയൊക്കെ നേരിടുന്ന സമയമാണ് ലഹരി അടക്കം. നേതൃത്വത്തിൽ നടക്കുന്ന പെരുന്നാൾ ആഘോഷം പ്രാർത്ഥനയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളികളിലൊക്കെ ഇന്ന് വലിയ ചടങ്ങുകളാണ് നടക്കുന്നത്.